15 ഡിസംബർ 2021 ഞാൻ ഈ ചാനലിൽ അവസാനമായിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണത്. അതിനുശേഷം ഇന്നാണ് ഏകദേശം ഒരു വർഷത്തിലധികം നമ്മളെടുത്തു ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. ഞാൻ അവസാനമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നടന്നു. ChatGPT വന്നു, AI വന്നു, ഇൻഡസ്ട്രികളൊക്കെ കംപ്ലീറ്റ്ലി റെവല്യൂഷനൈസ് ചെയ്യാൻ തുടങ്ങി AI. അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൻഡ്രൂ ടേറ്റ് വന്നു. ആൻഡ്രൂ ടേറ്റ് ആൻഡ് ക്രിസ്ത്യൻ ട്രേറ്റ്. അവർ മീഡിയ എന്ന സെഗ്മെൻറ്റിനെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എന്ത് തുറന്നാലും ആൻഡ്രൂ ടേറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാ ഏരിയാസിലും ഒരുപാട് കാര്യങ്ങൾ മാറി നമ്മൾ അവസാനമായിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഞാൻ എന്തിനാണ് ഈ ഒരു ഇയർ ബ്രേക്ക് എടുത്തത്. ഈ ഒരു ഇയർ ബ്രേക്ക് എൻ്റെ ചാനൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തിനാണ് എനിക്ക് എടുക്കേണ്ടി വന്നു, ആൻഡ് അതെടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായോ, നമ്മുടെ ചാനലിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ, ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ആൻഡ് ഇതിൽ പഠിച്ച കുറേ എണ്ണം യൂട്യൂബ് ക്രിയേറ്റേഴ്സിനും സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിനും ഒക്കെ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ലെസൺസ് ആണ്. ആൻഡ് ഈ 5 ലെസൺസിൽ 4th and 5th ഡെഫിനറ്റ് ആയിട്ട് മിസ് ചെയ്യാൻ പാടില്ല. സോ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഞാനൊരു IITN ആണെന്നുള്ള കാര്യം അറിയാം. ഞാൻ അതിനെങ്ങനെ ബൂസ്റ്റ് ചെയ്യാറില്ല, ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞു നടക്കാറൊന്നുമില്ല. ബട്ട് IIT എന്നുള്ളൊരു ടാഗ് അങ്ങനെ എല്ലാവർക്കും ഇല്ലാത്തതാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയ ടാഗ് തന്നെയാണ്. അങ്ങനെ ഈ 2022 എനിക്ക് IIT ധൻബാദിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു BTech ഡിഗ്രി കിട്ടുന്നത്. സോ ഈ പാൻഡമിക്കൊക്കെ വന്നതിന് ശേഷം കുറേ കാലം നമ്മൾ വീട്ടിലായിരുന്നു. അതിനുശേഷം അവർ ലാസ്റ്റത്തെ സെമസ്റ്ററിൽ ഞങ്ങളോട് എല്ലാവരും പോരെ ലാസ്റ്റത്തെ സെമസ്റ്റർ കോളേജിൽ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് പോയി. കോളേജിൽ അവർ ഓൺലൈനാക്കിയിട്ട് നമ്മുടെ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡിഗ്രി തന്നു. അപ്പോൾ അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ലാസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത്. ഇത് ഈ പോസ്റ്റ് അതിൽ ഞാൻ പറയുന്നു, ഞാൻ കേരളം വിടുകയാണ്, ഞാൻ ധൻബാദിൽ പോയിട്ട് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാണ്, ഇനി വീഡിയോ അവിടെ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്. പക്ഷേ അവിടുന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വിച്ച് ടേക്സ് മീ ടു ദ ഫസ്റ്റ് പോയിന്റ്, നിങ്ങളുടെ ചുറ്റുപാട്, യുവർ എൻവയോൺമെൻറ്റ് മാറ്റേഴ്സ്. ഞാൻ അവിടെ പോയപ്പോൾ എന്താണ്ടായെന്ന് വെച്ചാൽ, ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ഗിയേഴ്സൊക്കെ സെറ്റാക്കിയിട്ട് ഇവിടുന്ന് കോളേജിൽ പോയി ഹോസ്റ്റലിൽ കയറിയപ്പോഴാണ് ഹോസ്റ്റലിൽ ഫുള്ള് അലമ്പ്. ഈ ലാസ്റ്റത്തെ സെമസ്റ്റർ എല്ലാവരും കൂടി വന്നിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഫുൾ അലമ്പ്, ഫുൾ ഒച്ച, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. വേറൊരു കാര്യം നടന്നത്, എൻ്റെ കൂട്ടുകാർ ദേ വർ നോട്ട് ക്രിയേറ്റേഴ്സ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരായിരുന്നില്ല. മൈൻഡ്ലെസ്ലി കൺസ്യൂം ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാകുന്ന പോലത്തെ കൂട്ടുകാരാണ് എനിക്കുണ്ടായിരുന്നത്. സോ അവർക്കിടയിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ കൺസ്യൂമർ മൈൻഡ് സെറ്റിലാവും. അങ്ങനെയുള്ള ഫ്രണ്ട് സർക്കിൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഞാൻ എൻ്റെ കൂട്ടുകാരൊരിക്കലും തള്ളിപ്പറയോ കുറ്റം പറയുകയോ ഒന്നുമല്ല കേട്ടോ. അവർ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അബൌട്ട് ഫ്രണ്ട്ഷിപ്പ്, അബൌട്ട് റിലേഷൻഷിപ്സ്, അബൌട്ട് ലൈഫ് ഇൻ ജനറൽ. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. ഞാൻ ഒരിക്കലും എന്തിനും ഞാൻ ആ 4 month പീരീഡ് ഒരു കാര്യത്തിനും ഞാൻ ട്രേഡ് ചെയ്യില്ല എൻ്റെ ലൈഫിൻ്റെ ഒന്ന് വെച്ചിട്ടും. കാരണം അത്രയ്ക്കും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു 4 month പീരീഡ് ആയിരുന്നു എൻ്റെ അത്. ബട്ട് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ആസ് എ ക്രിയേറ്റർ അത് നിങ്ങൾക്ക് ഒരു വയബിൾ ആയിട്ടുള്ള, അതൊരു ഐഡിയൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് അല്ലായിരുന്നു അത്. ഒരു ക്രിയേറ്റർ ആയിരിക്കാൻ നമ്മുടെ ചുറ്റും നമ്മുടെ ഐഡിയൽസിനോട് മാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആ ചുറ്റുപാട്, നമ്മളിരിക്കുന്ന സിസ്റ്റം, നമ്മുടെ കൂട്ടുകാർ, ഇതൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട് നിങ്ങളൊരു ക്രിയേറ്റർ ആവോ ഇല്ലയെന്ന് തീരുമാനിക്കുന്നതിൽ. നിങ്ങളുടെ കൂട്ടുകാരും മിക്കതും മൈൻഡ്ലെസ്ലി കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റർ ആവാൻ ഓൾ ദി ബെസ്റ്റ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു പീരീഡിൽ തന്നെയാണ് എനിക്കൊരു കൺഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. യൂട്യൂബിൽ നിന്നൊക്കെ മാറി നമ്മൾ 1-2 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കൺഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് ഈ യൂട്യൂബിനോട് ശരിക്കും പാഷൻ ഉണ്ടോ. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പരിപാടി, അതായത് ഈ യൂട്യൂബ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ നീഷ്, അതെനിക്കൊരു പാഷനൽ നീഷാണോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ കുറേ വന്നു. ഇത് വരാൻ കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഉള്ളിലൊരു എൻ്റർടൈനർ ഉണ്ട്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ആക്ട് ചെയ്യാനും പാടാനൊക്കെ അറിയാം. നമ്മൾ കുറേ വീഡിയോസിലൊക്കെ ഞാൻ പാടി കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ പോയാൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു കഴിവ് കാരണം എനിക്ക് എഡ്യൂക്കേഷൻ സ്പേസിൽ നിന്ന് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് സ്പേസിലേക്ക് മാറാനുള്ളൊരു ഇഷ്ടം വന്നു. അപ്പം മനസ്സിൽ വരുന്ന ചോദ്യമാണ്, ഡു ഐ ഈവൻ കെയർ അബൌട്ട് ദിസ് ചാനൽ? ആക്ച്വലി ഐ ഡു കെയർ അബൌട്ട് ദിസ് ചാനൽ. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. പക്ഷേ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എൻവയോൺമെൻറ്റ് കറക്റ്റായില്ലെങ്കിൽ ഇങ്ങനത്തെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് ക്രീപ്പിൻ ചെയ്യാൻ തുടങ്ങും. സോ ബെസ്റ്റ് അഡ്വൈസ് ഞാൻ പറയുകയാണെങ്കിൽ, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ക്രിയേറ്റീവ് പീപ്പിൾ. ആൻഡ് നിങ്ങൾക്ക് ചുറ്റുപാടും ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരില്ല, ഒക്കെ കൺസ്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തനിച്ചിരുന്നിട്ടും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക, പോസിറ്റീവായിട്ടുള്ള കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുക. അപ്പോൾ തന്നെ ഒരുവിധം പ്രോബ്ലംസ് നമുക്ക് സോൾവ് ആയി കിട്ടും. ജസ്റ്റ് ലൈക്ക് ദിസ് വീഡിയോ. സോ അങ്ങനെ കോളേജിൽ ഒരുവിധം അങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന, ഭയങ്കര എൻജോയ് ചെയ്ത് ജീവിക്കുന്ന സമയത്താണ് പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ കോഡിങ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം IITയിൽ വന്നിട്ടൊരു ജോബില്ലാതെ പോയി കഴിഞ്ഞാൽ മോശമല്ലേ. അങ്ങനെ കോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ്ടായെന്ന് വെച്ചാൽ, കുറേ ഇൻ്റർവ്യൂസ്, കുറേ ഒന്നും ഇരുന്നില്ല, കുറച്ച് ഇൻ്റർവ്യൂസ് ഇരുന്നുള്ളൂ. IITians ആയി കഴിയുമ്പോൾ തന്നെ IT ഫീൽഡിലൊക്കെ നമ്മളെ പൊക്കാൻ ഒരുപാട് ആൾക്കാർ വരും. എളുപ്പമാണ് ജോലി കിട്ടാൻ, കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എന്താണ്ടായെന്ന് വെച്ചാൽ, എനിക്കൊരു സ്റ്റാർട്ടപ്പിലൊരു ജോലി കിട്ടി. ആൻഡ് സ്റ്റിൽ ഐ എം വർക്കിംഗ്. ആൻഡ് പതിയെ ഞാൻ ആ ജോബിൽ കുറച്ച് കംഫർട്ടബിൾ ആവാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കൂടുതൽ ആൾക്കാർ യൂട്യൂബിൽ വരുന്നത്
പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് യൂട്യൂബ് അല്ല നോക്കേണ്ടത്, അവരൊരു ജോലിയാണ് നോക്കേണ്ടത്. അതിന് ഏറ്റവും ബെസ്റ്റ് വേ കോഡിങ് പഠിക്കലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എഗെയിൻ ഇറ്റ്സ് ജസ്റ്റ് മൈ ഒപ്പീനിയൻ. ബട്ട് ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരും യൂട്യൂബിനെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് കാണുന്നത്. എന്താണ്, ഇതൊരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു ടൂളാണ്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവർ വന്നിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ക്രിയേറ്റ് ചെയ്ത് റിസൾട്ട്സ് ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡ് സെറ്റ് എന്താണ്, റിസൾട്ടിന് ബേസ്ഡ് ആണ്. പൈസ കിട്ടിയാലേ ഇവർക്കത് മോട്ടിവേറ്റഡ് ആവുള്ളൂ ചെയ്യാൻ. അപ്പോൾ ഇവർ ഇത് ക്വിറ്റ് ചെയ്യും. യൂട്യൂബ് ജേണി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരു ഐഡിയ ഉണ്ടാക്കണം, എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ എഴുതണം, സ്ക്രിപ്റ്റ് റെഡിയാക്കണം, എന്നിട്ട് റെക്കോർഡ് ചെയ്യണം. 6-8 ബിസിയൻ എമൗണ്ട് ഓഫ് ഹവേഴ്സ് കൊടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യണം. അവസാനം നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ട് എൻഗേജ് ചെയ്യണം ഓഡിയൻസിനായിട്ട്. ഇത്രയും ഫാക്ടേഴ്സ് ജസ്റ്റ് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ യൂട്യൂബ് കണ്ടൻറ് ക്രിയേഷനിലുണ്ട്. അതങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതിനോടൊരു ചെറിയ അഫിനിറ്റി, ഒരു ലവ് ഉള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ മോസ്റ്റ് പീപ്പിൾ ക്വിറ്റ്. ബട്ട് എനിക്ക് ഡീപ്പ് ഡൗൺ എനിക്കറിയാം, ഞാൻ എൻ്റെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് ഒരു ജോബ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഈ ജോബ് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കൊരു നെസസിറ്റിയാണ്. ബട്ട് സ്ലോലി ഐ എം ട്രൈങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. എൻ്റെ ഉള്ളിലെപ്പോഴും ആ യൂട്യൂബ് എന്നുള്ള കണ്ടൻറ് ക്രിയേഷൻ എന്നുള്ള ചിന്ത ഇങ്ങനെ കിടന്ന് മറിയുന്നുണ്ടായിരുന്നു. സോ എനിക്ക് തിരിച്ചു വരാൻ ആഗ്രഹം ഉണ്ടായി. ബട്ട് ആ പോയിന്റിൽ എൻ്റെ ലൈഫിൽ അങ്ങനെ ക്രിയേറ്റീവായിട്ടൊരു കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട്, ഇപ്പോൾ ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്കിനി എന്ത് കണ്ടൻറ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നോ എവിടെ തുടങ്ങണമെന്നോ എന്നൊരു ഐഡിയ കിട്ടുന്നില്ല, സ്റ്റക്കായിപ്പോയി. സോ ആ സ്റ്റേജിൽ ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. That brings me to the third point. Do some shit. Yes guys, എന്തെങ്കിലും ഷിറ്റ് ചെയ്യും നിങ്ങൾ. ഇത് 2 രീതിക്കാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം 2 രീതിക്ക് എനിക്ക് സംഭവിച്ച കാര്യങ്ങളായതുകൊണ്ട് 2 രീതിക്കുള്ള ആൾക്കാർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ മെയിൻലി കോളേജിലും ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവുക എന്ന് വെച്ചാൽ അവരുടെ ലൈഫിലൊരു പോയിന്റ് ഉണ്ടാവും, അതിൽ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന് തോന്നുന്നു. നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, വേറൊന്നും ചിന്തിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു വൃത്തിയായിട്ടൊരു പോയിന്റ് നമ്മൾ നിൽക്കും. അതങ്ങനെ വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. പക്ഷെ അങ്ങനെ വന്നു പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും വരില്ല. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ക്രിയേറ്റീവായിട്ട് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എവിടെ തുടങ്ങണമെന്നോ എവിടെ എന്തിനെപ്പറ്റി സംസാരിക്കണമെന്നോ അറിയാത്തൊരു സ്റ്റക്കായിട്ടുള്ള ക്രിയേറ്റർ ബ്ലോക്ക് എന്ന് പറഞ്ഞ അവസ്ഥ. ഇത് രണ്ടും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് 1 ഇയർ ഗ്യാപ്പൊക്കെ എടുക്കേണ്ടി വന്നത് കണ്ടൻറ് ക്രിയേഷനിലേക്ക് തിരിച്ചു വരാൻ. സോ ആ സ്റ്റേജിൽ ഞാനെടുത്ത ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ ഐ ഹാവ് ടു ഡു സംതിങ്. ഞാൻ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാൻ തുടങ്ങി, പുതിയ ബുക്സ് വായിക്കാൻ തുടങ്ങി. എൻ്റെ കംഫർട്ട് സോണിൻ്റെ അപ്പുറത്തു നിന്നുള്ള ടോപ്പിക്സിൽ കുറച്ച് നോളജ് കിട്ടാൻ ഞാൻ ശ്രമിച്ചു. ജിമ്മ് പോകാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, എൻ്റെ പഴയ വീഡിയോസിനെ കാട്ടി കുറച്ച് തടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ജിമ്മിൽ പോയിൻ്റെയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ദ പോയിന്റ് ഈസ് യു ഹാവ് ടു ഗെയിൻ സം എക്സ്പീരിയൻസ്. എന്തെങ്കിലും ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അതിന് നിങ്ങൾക്ക് ജിമ്മിൽ പോവാം, ഏതെങ്കിലും പെൺപിള്ളേരെ വഴിയിൽ വെച്ച് കണ്ടാൽ അവരോട് പോയിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ യാത്രകൾ പോവാം, പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങളുടെ കംഫർട്ട് സോണിൻ്റെ പുറത്ത് പോയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നാച്ചുറലി സംസാരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. കാരണം യു ആർ ഗെറ്റിംഗ് എക്സ്പീരിയൻസ്. അങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കി കഴിയുമ്പോഴാണ് എൻ്റെ 4th പോയിന്റിലേക്ക് ഞാൻ വരുന്നത്. ഡോണ്ട് ലിമിറ്റ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കൊണ്ടിടരുത്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ മുമ്പത്തെ സായറല്ല. പഴയ സായർ വാസ് ജസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ യൂട്യൂബ്. എങ്ങനെ യൂട്യൂബിൽ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ യൂട്യൂബിൽ ഗ്രോത്ത് ഉണ്ടാക്കാം എന്നതിനെ പറ്റി റിസർച്ച് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്ന ആളായിരുന്നു പണ്ടത്തെ സായർ. ഇപ്പോൾ എനിക്ക് യൂട്യൂബ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിലുള്ള ഒരു അറിവുണ്ട്, ഒരുപാട് കാര്യങ്ങളിലുള്ള ഇഷ്ടമുണ്ട്. ഒരെണ്ണമാണ് യൂട്യൂബ്, സോഷ്യൽ മീഡിയ, പിന്നെ ജിം, ഫിറ്റ്നസ്സിനെ പറ്റിയിട്ട് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, ഓൺടർപ്രണർഷിപ്പ്, സെയിൽസ്, ഹ്യൂമൻ സൈക്കോളജി, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. നമ്മളെപ്പോലുള്ള എന്തെങ്കിലും ഫോം ഓഫ് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും കൺസ്ട്രെയിൻഡ് ആയിട്ട് നിൽക്കാൻ പാടില്ല. അവരെ ഫ്രീ ആയിട്ട് അങ്ങ് വിടണം. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മളെ തന്നെ സ്വയം ഒരു ബോക്സിലിട്ടിട്ട് ഓക്കെ ഇത്തരം വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മിസ്സിങ് വിത്ത് അവർ ക്രിയേറ്റിവിറ്റി. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്ത് കാര്യത്തിനെ പറ്റിയിട്ടും സംസാരിക്കാൻ റെഡി ആയിരിക്കണം, യൂട്യൂബിലോ ഏത് സ്പേസിലാണെങ്കിലും. ബട്ട് നമ്മളത് ചെയ്യുമ്പോൾ എന്ത് ചെയ്താലാണ് ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളൊരു ജനറൽ നോളജ് നമുക്ക് ഉണ്ടാവണം. പക്ഷേ അത് പറയാൻ ഈ വീഡിയോയിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അതിന് നമുക്ക് വേറെ കുറച്ച് വീഡിയോസുകൾ തന്നെ വേണ്ടി വരും. നമ്മൾ ചാനൽ പിന്നെ ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. യു ഡോണ്ട് നെസസറിലി നീഡ് എ നീഷ്. ഒരു ടോപ്പിക്ക് അങ്ങനെ നെസസറി ആയിട്ട് ഇത് വേണം എന്നില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തിനെ പറ്റിയിട്ടും സംസാരിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ, കണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നീഷ് ഉണ്ടാവുന്നത് പറയുന്നത് ഒരു ബാഡ് ഐഡിയ അല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ് നീഷ്. പക്ഷേ ഒരു പോയിന്റിൽ നമ്മൾ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ചിലപ്പോൾ ബോറടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതിൻ്റെ ഫണ്ണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതെനിക്ക് സംഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നല്ല.
അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സിലേക്ക് നമ്മളൊന്ന് മാറി ചിന്തിച്ചിട്ട് ഒരു സ്ട്രാറ്റജിക്കായിട്ട് അതിലും വീഡിയോസ് ചെയ്യുന്നത് ബുദ്ധിപരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നീഷിനെ മാത്രം ഇങ്ങനെ കൺസ്ട്രെയിൻഡ് ആയിട്ട് നിൽക്കരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ പുതിയ പുതിയ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നതനുസരിച്ചിട്ട് പുതിയ പുതിയ ഓഡിയൻസ് നിങ്ങളുടെ ഈ കണ്ടൻറ്റുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നിങ്ങളുടെ ഓഡിയൻസ് കുറച്ചുകൂടി വലുതായി തുടങ്ങും. ഈ വലുതായി കിടക്കുന്ന ഓഡിയൻസ് നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ ഓരോന്നിനേറ്റവും കണക്ട് ചെയ്യാൻ തുടങ്ങും. എല്ലാവരും കണക്ട് ചെയ്യുന്നല്ല പറയുന്നത്, കണക്ട് ചെയ്യുന്ന ആൾക്കാർ കണക്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റുകളോട് താല്പര്യം വരുന്ന ഒരുപാട് പേരുണ്ടാവും. മനസ്സിലാവും. ഇപ്പോൾ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് യൂട്യൂബ് കണ്ടൻറ് ക്രിയേഷൻ താല്പര്യമുണ്ട്, ഫിറ്റ്നസ് താല്പര്യമുണ്ട്, മാർക്കറ്റിംഗ് സെയിൽസ് താല്പര്യമുണ്ട്, കോഡിങ് താല്പര്യമുണ്ട്. സോ ഇതൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ അവർ എന്നെയായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാവുന്നത്. അത് തന്നെയാണ് നമ്മുടെ 5ാമത്തെ പോയിൻറ്റ്. പേഴ്സണൽ ബ്രാൻഡിങ് ഈസ് ഹൗ യു വിൻ ദ ഗെയിം. ഈ സോഷ്യൽ മീഡിയയുടെ കളി ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു പേഴ്സണൽ ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ, ഈ ട്വീറ്റ്, അല്ലെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാം റീൽ എങ്ങനെ എൻ്റെ പേഴ്സണൽ ബ്രാൻഡിനെ എഫക്റ്റ് ചെയ്യും, അതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ പേഴ്സണൽ ബ്രാൻഡ് എന്താണെന്ന് ജസ്റ്റ് ചുരുക്കി പറയുകയാണെങ്കിൽ, ഹൗ യു പ്രസൻറ്റ് യുവർ സെൽഫ്. നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ഓഡിയൻസിലേക്ക് നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നത്, അതാണ് പേഴ്സണൽ ബ്രാൻഡിങ്. ബട്ട് അതങ്ങനെ ഒറ്റ വാക്കിൽ ചുരുക്കാൻ പറ്റിയൊരു കാര്യമില്ല. ദർ ഇസ് ലോട്ട് ഓഫ് തിങ്സ് ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ബേസിസ് എന്താണെന്ന് വെച്ചാൽ, ആൾക്കാരായിട്ടും ആൾക്കാരുടെ ഐഡിയാസിനായിട്ടും കണക്ട് ചെയ്യും. ഈ കണക്ഷനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മോഡേൺ സോഷ്യൽ മീഡിയാസ്. ഇങ്ങനെ പേഴ്സണൽ ബ്രാൻഡ് ഉള്ളത് കൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾ ഭാവിയിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ പേഴ്സണൽ ബ്രാൻഡ് നിങ്ങളെ സഹായിക്കും. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വിചാരിച്ചോ, ഈ പേഴ്സണൽ ബ്രാൻഡിങ് നിങ്ങളെ സഹായിക്കും. നിങ്ങളൊരു ജോലിക്ക് തപ്പി നടക്കുകയാണെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മേളിൽ നിങ്ങൾക്ക് തരും. പക്ഷേ അതിന് നമ്മളൊരു വൺ ഡയമെൻഷണൽ ക്രിയേറ്റർ ആവരുത്. ഒരൊറ്റ ടോപ്പിക്കിൽ മാത്രമേ വീഡിയോ ചെയ്യുള്ളൂ, ഒരൊറ്റ സ്റ്റൈലിൽ മാത്രമേ വീഡിയോ ചെയ്യുള്ളൂ എന്നുള്ള രീതിക്ക് മാറിയിട്ട് നമ്മൾ ബ്രോഡായിട്ട് ചിന്തിക്കണം. ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു ബ്രോഡ് ഓഡിയൻസിനെ എങ്ങനെ ക്യാപ്ചർ ചെയ്യാന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മുടെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ ഈ സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ്സ് ഉള്ള ആൾക്കാർ നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അലക്സ് എമോസി, മിസ്റ്റർ ബീസ്റ്റ്, ആൻഡ്രൂ ടേറ്റ്, ഇങ്ങനത്തെ ആൾക്കാരിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരിക്കലും ഒരൊറ്റ കാര്യത്തിനെ പറ്റി സംസാരിക്കുന്ന ആൾക്കാരല്ല. ഇപ്പോൾ മിസ്റ്റർ ബീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് ചാനൽസാണ്. ഗെയിമിംഗ് ഉണ്ട്, റിയാക്ഷൻസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഒരുപാട് ചാനലുണ്ട്. ആൻഡ്രൂ ടേറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു പോയിന്റിൽ തുടങ്ങി കഴിഞ്ഞാൽ വേറെ കണ്ടയിലൊക്കെ പോയിട്ട് എല്ലാ ടോപ്പിക്സും അവൻ അറിയാവുന്ന എല്ലാത്തിലും, മണി മേക്കിംഗ്, ഹൗ ടു ഗെറ്റ് ഗേൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. സോ അവരൊക്കെ ഒരിക്കലും ഒരു വൺ ഡയമെൻഷണൽ ക്രിയേറ്റേഴ്സ് അല്ല. ബട്ട് ഇങ്ങനത്തെ ഒരു പവർഫുൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ആൻഡ്രൂ ടേറ്റ് പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല, കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ ബാക്കിൽ എഫേർട്ട് ഉണ്ട്. അതിന് ശേഷമാണ് ഈ 30-35 വയസ്സിൽ പുള്ളി ഇങ്ങനെ പൊട്ടിമുളച്ചത്. മിസ്റ്റർ ബീസിൻ്റെ കാര്യം നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ യു ഹാവ് ടു ബി പേഷ്യൻറ്റ്, ദർ ഇസ് നോ അതർ വേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് കട്ട്സ് ഒക്കെ ട്രൈ ചെയ്തിട്ട് 4-5 ഫോളോവേഴ്സിന് കൂടുതൽ കിട്ടാനോ അല്ലെങ്കിൽ ഈവൻ 1000 ഫോളോവേഴ്സിനൊക്കെ കൂടുതൽ കിട്ടാനോ ട്രൈ ചെയ്യാം. ബട്ട് ഒരു സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് ഷോർട്ട് കട്ട്സിൻ്റെ മുകളിലല്ല ഉണ്ടാകുന്നത്. അത് ഓവർ ടൈം നമുക്കുണ്ടാവുന്ന ഓഡിയൻസിനായിട്ടുള്ള കണക്ഷൻസിൽ ബിൽഡ് ചെയ്ത് വരുന്നതാണ്. പീപ്പിൾ ഫോം കണക്ഷൻസ് വിത്ത് പീപ്പിൾ ആൻഡ് ദെയർ ഐഡിയാസ്. സോ ഈ പേഴ്സണൽ ബ്രാൻഡിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്, ആൻഡ് അതിലേക്കാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ ഈ പേഴ്സണൽ ബ്രാൻഡിങ് ജേണിയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യാണ് നമ്മൾ ഇനി മുതൽ ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവുക. അതിൽ യൂട്യൂബിനെ പറ്റി സംസാരിക്കും, സോഷ്യൽ മീഡിയ ഇൻ ജനറൽ എല്ലാത്തിനെ പറ്റി സംസാരിക്കും. മേ ബി ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് ഉണ്ടാവും. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ്, മേ ബി സെൽഫ് ഹെൽപ്പ് ആയിരിക്കും. എനിക്ക് മേ ബി ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്ക്, ഇപ്പോൾ ഇവിടെ ബുക്കൊന്നും കാണുന്നില്ല, ഒരു ബുക്ക് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാൽ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. കാരണം നിങ്ങളുടെ ജേണി നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റിക്ക് വിത്ത് മീ ഹിയർ. ഞാൻ 3rd പോയിന്റിൽ ഞാൻ പറഞ്ഞു, യു ഹാവ് ടു അപ്സ്കിൽ യുവർ സെൽഫ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, എന്തെങ്കിലും പഠിക്കുക, എന്തെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യങ്ങളെ പറ്റി സംസാരിക്കാനുള്ള ഒരു കഴിവ് വരുമെന്ന് പറഞ്ഞു. ബട്ട് നിങ്ങൾ ആ ജേണി, നിങ്ങൾ ആ പഠിക്കുന്ന കാര്യം, നിങ്ങൾ ആ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചോ, ആ ബിസിനസ് ജേണി നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് നോക്കിയേ. ഓക്കെ, ഡേ 1 ഞാനിത് ചെയ്തു, ഇന്ന കാര്യങ്ങൾ പഠിച്ചു, എന്നിട്ടത് പോസ്റ്റ് ചെയ്യുക. ഡേ 2 പഠിച്ചു, അത് പോസ്റ്റ് ചെയ്യുക. അതിന് യൂട്യൂബ് തന്നെ വേണമെന്നില്ല. ഏത് മീഡിയ ആണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ. ചിലപ്പോൾ നിങ്ങൾ ഓഡിയോ ഓൺലി പോഡ്കാസ്റ്റ് ഫോം ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം, ചിലപ്പോൾ ട്വിറ്ററിൽ കുറച്ച് ട്വീറ്റ്സ് എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലോഗായിരിക്കും ഇഷ്ടം. എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് യു ഷുഡ് ഡോക്യുമെൻറ്റ് യുവർ ജേണി ആൻഡ് ക്രിയേറ്റ് കണ്ടൻറ്റ് ദാറ്റ് ഈസ് വാല്യൂബിൾ. അപ്പോൾ ഞാൻ ചെയ്ത പോലെ ഒരു ബ്രേക്ക് എടുക്കണമെന്ന് ഞാൻ ആരോടത്തും റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് നിങ്ങളുടെ കണ്ടൻറ്റ് ക്രിയേഷൻ ജേണിയിൽ ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുത്തിട്ട് പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടൻറ്റ് പിന്നെ ഉണ്ടാക്കുമ്പോൾ പറയാൻ കൂടുതൽ കാര്യങ്ങളും എക്സ്പീരിയൻസുകളും ഉണ്ടാവും. ചില സമയങ്ങളിൽ നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്തിട്ട് ഒരു ബിഗ് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. സോ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കൂടുതൽ വീഡിയോസ് ഭാവിയിൽ ചെയ്യുന്നതാണ്. ബട്ട് ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണും. ഹെയർ സ്റ്റൈലിംഗ് ഉണ്ട്, പുതിയ ഹെയർ സ്റ്റൈലാണ്, എംബാപ്പെ കട്ടെന്ന് അവർ പറഞ്ഞു.